മഞ്ഞൾപ്പൊടി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞൾപ്പൊടി ട്രെൻഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ 2 കുടുംബ വീടുകളിൽ ഞാനൊന്ന് സന്ദർശിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ മഞ്ഞൾപ്പൊടി എത്രമാത്രം കുട്ടികളിൽ ഇമ്പാക്റ്റ് വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. 2 വീടുകളിൽ സന്ദർശനം നടത്തിയത് രാത്രിയിലായിരുന്നു. ഈ 2 വീടുകളിൽ ചെന്നപ്പോഴും കുട്ടികൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാനും വിചാരിച്ചു കുട്ടികളിൽ നല്ല എക്സ്പെരിമെൻ്റ് എന്നുള്ളൊരു ശീലം നല്ലതാണ്. മഞ്ഞൾപ്പൊടി പോകുന്നത് നോക്കി കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളത് നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ വളരെ ഭംഗിയുണ്ടായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് 1-2 ദിവസം മാത്രമല്ല ഈ കുട്ടികൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. എല്ലാ ദിവസവും രാത്രിയായാൽ ഈ കുട്ടികൾക്ക് ഈ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല ശീലമല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു റീൽ കാണുന്നത്. ഈ ഉസ്താദ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ പ്രാധാന്യത്തെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം. നമുക്ക് ഈ റീലൊന്ന് കണ്ടു നോക്കാം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി എന്ത് ഇവിടം വരെയുള്ള മഞ്ഞൾപ്പൊടി നല്ല കാര്യം. ഇടട്ടെ 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 നിങ്ങൾ ഇട്ടോടോ. ഇതേ എങ്ങനെ ചെയ്യേണ്ടതെന്നറിയാം. ഇത് മഞ്ഞൾപ്പൊടിക്ക് ഇപ്പൊ കിലോ 300 രൂപ. ഇത് മാറ്റി വെക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ കുടിക്കണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് കളിക്കണ്ട. എന്താ കാരണന്നറിയാം? വില കൂടുതലാ. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീറ്റ്റൂട്ട് 3 കിലോ 100. ആ റീൽസിൽ നമുക്ക് മനസ്സിലാവുന്നത് പച്ചക്കറികളെക്കാളും ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരു സാധനം തന്നെയാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നാം വിചാരിക്കും നമ്മുടെ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് കരുതി നമ്മൾ ആദ്യം തന്നെ അവരെ വഴക്ക് പറയാറാണ് പതിവ്. എന്നാൽ അതല്ല ശരിക്കും വേണ്ടത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കുട്ടികളോട് തുറന്നു പറയുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ അവർ വളരെ നല്ല രീതിയിൽ അതനുസരിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് വളർത്താൻ ശ്രമിക്കുക. നമ്മുടെ കുട്ടികൾ വീടിനും നാടിനും ഉപകാരമുള്ള കുട്ടികളായി വളർന്നു വരട്ടെ.